പിന്നെ ഒരു തീവ്രവാദ ആരോപണം എന്താ? ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ജിന്നാ സാഹിബിനെ മുജാഹിദുകൾ അംഗീകരിക്കുകയും അതുവഴി ഇന്ത്യൻ വിഭജനത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ജമാഅത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. ഇവര് പ്രസംഗിക്കുക മാത്രമല്ല അത് എഴുതിയിട്ടുണ്ട്. രണ്ടു സംഗതികളാണ്. ഒന്ന്, അൽ മുർഷിദില് മുസ്ലിം ലീഗിൽ ചേരൽ ഫർളാണ് എന്ന് എഴുതിയിട്ടുണ്ടെന്നല്ല. അത് ഇബ്നു ഹംസ അവിടെ പ്രസംഗിച്ച എങ്ങനെയാണ്? നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മുസ്ലിം ലീഗിൽ ചേരൽ എന്നിവ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഫർളുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അത് അവിടെ പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹംസ അവിടെ കൂടുതൽ കാര്യം കൂടി പറഞ്ഞിരുന്നു. നമുക്ക് വേണമെങ്കിൽ പരസ്പരം സംവാദമാവാം, ചർച്ചകളാവാം, നമുക്കതിന് പ്രയാസമില്ല. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ജമാഅത്തുകാരൻ നാവിൽ നിന്ന് ആദ്യമായി കേൾക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്ന മുമ്പ് മറക്കാതെ ഒരു ഡേറ്റ് കൊടുക്കണം. എന്തിന്? പരസ്പരമുള്ളൊരു സംവാദത്തിന്, ചർച്ചക്ക്. നിങ്ങൾ ഇവിടെ ഞങ്ങൾക്കെതിരെ ആരോപിച്ചിരിക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തെളിവുകളും, എല്ലാ എവിഡൻസുകളും നിങ്ങൾക്ക് നിരത്താം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉയർത്തുന്ന തെളിവുകളുണ്ടല്ലോ, ഖുതുബാത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, അത് ഞങ്ങളും കൊണ്ടുവരാം. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പരസ്പരം ഒന്ന് മറച്ചു വെക്കാം. അതിന് ഒരു ഡേറ്റ് തന്നിട്ട് ഞങ്ങൾ പോകാവൂ. ഇബ്നു ഹംസയോട് അന്ന് പറഞ്ഞതാണ്. ഏതാണ്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെയും മൗനം വിദ്വാന് ഭൂഷണം തന്നെയാണ്. ഞങ്ങളെ കുട്ടികൾക്ക് ബാക്കി കൂടിയാണ് വിഡ്ഢിക്കും തഥൈവ. അതിമൗനം ഭ്രാന്തിന്റെ ലക്ഷണം. അതാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഏതായിരുന്നാലും അവിടെ അദ്ദേഹം ഉന്നയിച്ചു, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, മുസ്ലിം ലീഗിൽ ചേരൽ എന്നിവ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ ഫർളുകളാകുന്നു എന്ന് അൽ മുർഷിദിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു പ്രസിദ്ധീകരണത്തിന്റെ വിവിധ പേജുകളിൽ എഴുതിയിരിക്കുന്ന വിവിധ കാര്യങ്ങളെ പരസ്പരം ഏച്ചുകൂട്ടി ഉണ്ടാക്കിയിട്ട് ഒറ്റവാചകമാക്കി വായിക്കണമെങ്കിൽ അയാൾ മിനിമം ഒരു മതരാഷ്ട്രവാദിയാവണം. അവർക്കത് കഴിയുള്ളൂ. അതാ സംഭവിച്ചത്. പിന്നെന്താണ്? 938 മാർച്ച് മാസത്തെ അൽ മുർഷിദിൽ മുസ്ലിം ലീഗിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ലേഖനമുണ്ട്. അതിലെ ഒരു ഭാഗം ഇവരെടുത്തു വെച്ചു. എന്നിട്ട് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ജിന്നാ സാഹിബിനെ അതുവഴി അംഗീകരിച്ചു എന്നാണ്. ജിന്നാ സാഹിബിനെ അംഗീകരിച്ചത് മാത്രമല്ല, ജിന്നാ സാഹിബ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി എഴുതുകയും ചെയ്തു. പോരെ, നമ്മളിപ്പോ ജിന്നന്റെ ആളായി, ഇന്ത്യ വിഭജനത്തിന്റെ ആളായി, അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആളുമായി. ഇതിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ എന്നൊക്കെ അറിയാം. ഒന്ന്, 38 മുസ്ലിം ലീഗിൽ ചേരലുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന ലേഖനം വരുമ്പോൾ ഇന്ത്യ വിഭജനത്തിന്റെ ചർച്ച എവിടെ വെച്ചാണ്? ഇന്ത്യയിലെവിടെയും 938 ഇന്ത്യ വിഭജനത്തിന്റെ ചർച്ച നടന്നിട്ടില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ടുപിടുത്ത. ഇനി അവരുടെ ഓഫീസിൽ നടന്നിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 1 അല്ല 10 കഷ്ടമായി വിഭജിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന ഞാൻ വായിച്ചുതരാം. മൗദൂദ് സാഹിബിന്റെ വാക്കുകൾ. ഒരു മുസൽമാൻ എന്ന നിലയിൽ എന്റെ വീക്ഷണത്തിൽ ഇന്ത്യ ഒറ്റ രാഷ്ട്രമാകണമോ 10 ഖണ്ഡമായി വിഭജിക്കണമോ എന്ന പക്ഷത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. നമസ്കാരം, തറാവി 8 വേണോ 23 വേണോ എന്ന് പറഞ്ഞത് 8 ആയാലും കുഴപ്പമില്ല, 23 ആയാലും കുഴപ്പമില്ല. ഇന്ത്യ വിഭജനം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഒരു മുസൽമാൻ എന്ന നിലയിൽ എന്റെ വീക്ഷണത്തിൽ ഇന്ത്യ ഒറ്റ രാഷ്ട്രമാകണമോ 10 ഖണ്ഡമായി വിഭജിക്കണമോ എന്ന പ്രശ്നത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ഭൂഗോളമാസകലം ഒരൊറ്റ രാജ്യമാണ്. മനുഷ്യനത് 1000 ഖണ്ഡങ്ങളായി പകുത്തു വെച്ചിരിക്കുന്നു. ലോകത്തിന് മൊത്തം രാജ്യം, ജനങ്ങളത് ആയിരക്കണക്കിന് കഷ്ടങ്ങളാക്കി നിർവാക്കി. മനുഷ്യനത് 1000 ഖണ്ഡങ്ങളായി പകുത്തു വച്ചിരിക്കുന്നു. ഇതുവരെ നടന്നിട്ടുള്ള വിഭജനങ്ങൾ ന്യായമാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ വിഭജനം നടക്കുന്ന പക്ഷം അതെങ്ങനെ അന്യായമായി ഭവിക്കും? ലോകത്തെ ആയിരക്കണക്കിന് കഷ്ടമായി വിഭജിച്ചത് ന്യായമാണ് എങ്കിൽ ആ ലോകത്തിലെ ഇപ്പോഴത്തെ കഷ്ടമായി നിൽക്കുന്ന ഇന്ത്യയെ ഇനി 2, 3, 4 ആയി വിഭജിക്കുന്നത് മാത്രം എന്തുകൊണ്ട് ന്യായമല്ലാതെയാകും? ഇതാണ് ചോദ്യം.
ഇതാണ് ചോദ്യം. ഇന്ത്യ വിഭജനത്തെ പച്ചയിൽ അനുകൂലിച്ച, അംഗീകരിച്ച, അതിന് ലേഖനം എഴുതിയിരിക്കുന്ന നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അല മൗദൂദി സാഹിബ് മാത്രമാണ്. പിന്നെ ഇന്ത്യ വിഭജനത്തിന് നേതൃത്വം കൊടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ചാണ് ജിന്നാ സാഹിബ് എന്നാണ്. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ട് അഭിവൃദ്ധി, പിന്നെ അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് എഴുതി ആര്? മുജാഹിദുകൾ. ശരിയാണ്. മൗദൂദി സാഹിബ് മരണപ്പെട്ടപ്പോഴും അൽമനാറിൽ അദ്ദേഹത്തെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. മൗദൂദി സാഹിബ് മരണപ്പെട്ടപ്പോൾ അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. KC അബ്ദുള്ള മൗലവി മരണപ്പെട്ടപ്പോഴും അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. തിരിച്ചുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകരും പണ്ഡിതരും നേതാവുമായിരുന്ന ഞങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകരുമായ അബൂബക്കർ കാരക്കുന്ന് മരണപ്പെട്ടു. മാധ്യമം അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ജമാഅത്ത് നേതാക്കന്മാർ എഴുതി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ എന്നതിനർത്ഥം ആ ഒരു എഴുത്തുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ആദർശവും മറ്റു കാര്യങ്ങളുമായി ഇവർ 100% യോജിക്കുന്നു എന്നാണോ? അവരുടെ എല്ലാ വാദഗതികളും അംഗീകരിക്കുന്നു എന്നാണോ? പിന്നെന്താ? ഇതൊരു പൊതുമര്യാദ. ഒരാൾ മരിച്ചാല് അയാളെ കുറിച്ച് നല്ലതാണ്, പിന്നെ ഒരു അനുസ്മരണം എന്ന നിലക്ക് എഴുതുക. ചീത്ത എഴുതാറില്ല. ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ കാരക്കുന്നിനെ കുറിച്ച് മാധ്യമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അബൂബക്കർ കാരക്കുന്നുമായുള്ള ബന്ധം എന്താ? കേവലം അയൽവാസികളുടെ ബന്ധം മാത്രമാണോ? അല്ല. 987 പ്രബോധനത്തിലൂടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ലേഖന പരമ്പര എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അയൽ വീട്ടിൽ നിന്ന് മറ്റൊരു ലേഖനം ഇതിന് മറുപടിയായി ശബാബിൽ വരുന്നത്. ആ ലേഖകനാണ് അബൂബക്കർ കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രബോധനത്തിലെ ലേഖന പരമ്പരക്ക് മറുപടിയായി അയൽ വീട്ടിൽ നിന്ന് ലേഖനം എഴുതി ശബാബിൽ പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ആര്? അബൂബക്കർ കാരക്കുന്ന്. ആ ലേഖനം തുടർന്നപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അബൂബക്കർ കാരക്കുന്നിനെ കണ്ടു. നമ്മൾ അയൽക്കാരാണല്ലോ, തമ്മത്തമരുത് വേണോ? അതിന് അബൂബക്കർ കാരക്കുന്ന് പ്രതികരിച്ചു. പ്രബോധനത്തിൽ ലേഖന പരമ്പര അവസാനിക്കുമ്പോ ശബാബിലും ആ പരമ്പര അവസാനിക്കും. അതോടുകൂടി പ്രബോധനത്തിന്റെ പരമ്പര അവസാനിച്ചു, ശബാബിലും അവസാനിച്ചു. അവിടെ നിന്നോട്ട് തുടങ്ങിയതാണ് അബൂബക്കർ കാരക്കുന്ന് ജമാഅത്ത് വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ അതിന്റെ ആദർശതലത്തിൽ, ആശയതലത്തിൽ, നിലപാടുകളിൽ കണിശമായി ഖണ്ഡിതമായി വിമർശിച്ചു പോന്നിരിക്കുന്ന ISMന്റെ മുൻ പ്രസിഡന്റാണ് അബൂബക്കർ കാരക്കുന്ന്. ആ കാരക്കുന്നിനെ കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഒരു അനുസ്മരണ കുറിപ്പിൽ നന്നാക്കി എഴുതിയത് കൊണ്ട് മാത്രം അബൂബക്കർ കാരക്കുന്നിന്റെ എല്ലാ ആദർശങ്ങളും എല്ലാ വാദഗതികളും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും ജമാഅത്തെ ഇസ്ലാമിയും അംഗീകരിക്കുന്നു എന്നാണോ? ആണെങ്കിൽ ജിന്നാ സാഹിബിനെ കുറിച്ച് നന്നാക്കി എഴുതിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ എല്ലാ വാദഗതികളും മുജാഹിദുകൾ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. അതൊരു പൊതുമര്യാദയാണ്. അത് ഞാൻ പറഞ്ഞത്. മൗദൂദി സാഹിബ് മരിച്ചപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, KC അബ്ദുള്ള മൗലവി മരിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും മരിക്കുമ്പോൾ എഴുതാറുണ്ട്, തിരിച്ചു എഴുതാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ KK മുഹമ്മദ് സുലൈമി മരിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്, KN ഇബ്രാഹിം മൗലവി മരണപ്പെട്ടപ്പോൾ എഴുതിയിട്ടുണ്ട്, KP മുഹമ്മദ് മൗലവി മരണപ്പെട്ടപ്പോൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും മരണപ്പെട്ടപ്പോൾ എഴുതിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതും. ആ മര്യാദ ഇനിയും തുടരും. ഈ വിമർശനമൊക്കെ ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് TK അബ്ദുള്ള സാഹിബ് മരണപ്പെട്ടാലും ശബാബിലോ അൽമനാറിലൊക്കെ അതിന്റെ അനുസ്മരണ കുറിപ്പുണ്ടാവും. അതിന്റെ അർത്ഥം അബ്ദുള്ള സാഹിബിന്റെ എല്ലാ വാദഗതികളും നമ്മൾ അംഗീകരിക്കുന്നില്ല, അത് ജമാഅത്തുകാരൻ മുഴുവൻ അംഗീകരിക്കുന്നില്ല എന്നാ അബ്ദുള്ള സാഹിബ് പറഞ്ഞു. രണ്ടും അബ്ദുള്ളമാരാണല്ലോ, ഒന്ന് ഉസ്താദും ഒന്ന് ശിഷ്യനാണെന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ജിന്നാ സാഹിബിനെ അനുകൂലിക്കുകയും അതുവഴി ഇന്ത്യ വിഭജനത്തെ അനുകൂലിക്കുകയും ചെയ്തവരാകുന്ന മുജാഹിദുകൾ, അതുകൊണ്ട് മുജാഹിദുകളാവുന്ന ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറക്കിയിരിക്കുന്ന നോട്ടീസാണിത്. തീവ്രവാദികൾ ആര്? മുജാഹിദുകൾ മറുപടി പറയണം. ഇത് മുഴുവനും വായിച്ചു നോക്കി, കിട്ടിയ സാധനങ്ങളാണിത്. ഇങ്ങനെയാണ് മുജാഹിദുകളെ തീവ്രവാദികളാക്കിയത്, അല്ലാതെ ആവുന്നില്ല. വേറെ ആരും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. ശരി.